പിന്നെ നമ്മൾ ടൊമാറ്റോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഒലീവ് ഓയിലാണ് നമ്മളിന്നിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇവിടെ നാട്ടിൽ കൂടുതൽ യൂസ് ചെയ്യുക കോക്കനട്ട് ഓയിലല്ലേ, പക്ഷെ ഒലീവ് ഓയിലും വളരെ ഹെൽത്തിയാണ്, ഹാർട്ടിന് വളരെ നല്ല ഒരു ഓയിലാണ്. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പാൻ നല്ലോണം ചൂടാവണം. നല്ലോണം ഹീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്റ്റീം പോലെ വരാൻ തുടങ്ങും. അന്നേരം നമ്മൾ വറക്കാനുള്ള സാധനങ്ങൾ ഇടാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് ഗാർലിക്കാണ്. ഗാർലിക്, ഫൈനലി കട്ട് ഗാർലിക് യൂസ് ചെയ്യുന്നുണ്ട്, ഉള്ളി യൂസ് ചെയ്യുന്നുണ്ട്, സവാള പൊടിയായി മുറിച്ചത് യൂസ് ചെയ്യുന്നുണ്ട്, ടൊമാറ്റോ പ്യൂരി. ഇതാണ് മെയിൻ തിങ്, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ പ്യൂരിയാണ്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി. അപ്പോൾ ആൻറ്റി ആദ്യം ഗാർലിക് ഇടാൻ പോവാണ്. ഓക്കെ, ഗാർലിക് എത്ര വേണ്ടി വരും? ഗാർലിക് ഒരു 1 to 2 tablespoons ഓഫ് ഗാർലിക്. അത്രയും മതി കേട്ടോ. ഗാർലിക് ഒന്ന് ഫ്രൈ ആവുമ്പോൾ അതിലേക്ക് നമ്മൾ അണിയൻസ് ഇടാൻ പോവാം. സവോള പൊടിയായിട്ട് മുറിച്ചിട്ട് സവോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇതൊന്ന് സോട്ടേ ചെയ്യണം. ഒന്ന് വാടി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഓക്കെ, കാശ്മീരി ചില്ലി പൗഡർ ഇട്ട ഉടനെ തന്നെ നമുക്ക് ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക്. ഈ ടൊമാറ്റോ പ്യൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മാഡം? നമ്മൾ ടൊമാറ്റോ വെറുതെ വെള്ളം തിളപ്പിക്കുക ആദ്യം. വെള്ളം തിളച്ച് വരുമ്പോൾ ടൊമാറ്റോ അതിൻ്റെ കണ്ണിൻ്റെ ഭാഗം ഒന്ന് ചൂന്നെടുത്ത് കളഞ്ഞ് വെള്ളത്തിലിട്ട് അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി താനെ അടർന്നു പോകും. ഓ, അപ്പൊ ആ തൊലി എടുത്ത് മിക്സിയിലിട്ട് അടിക്കുക. ടൊമാറ്റോ പ്യൂരി റെഡി. ഉപ്പിട്ടു. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിളയ്ക്കാൻ തുടങ്ങും ഭയങ്കരമായിട്ട്. ഇതൊന്ന് കുറുകി വരണം. അതുകൊണ്ട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ഇത് അടച്ചു വെക്കാം. ഒന്ന് തിളച്ച് കുറുകിക്കോട്ടെ. അപ്പൊ ടൊമാറ്റോ പ്യൂരി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അല്ലേ? അതെ, ഒരുവിധം കുറുകി വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിന് കുറച്ചുകൂടി ഒരു റെഡ്നെസ് കൂട്ടാനും, പിന്നെ ടൊമാറ്റോക്ക് നല്ല പുളിയല്ലേ, അപ്പൊ അതിന് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഒരു 2 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു. ഓക്കെ, ഇച്ചിരി പെപ്പർ പൗഡർ. ഇനിയാണ് ഇതിലെ മെയിൻ ഹീറോ, പാസ്ത. സ്പെഗറ്റി എന്നാണ് ഇതിൻ്റെ പേര്. ലോങ് ആയിട്ടുള്ള പാസ്തയുടെ പേര് സ്പെഗറ്റി എന്നാണ്. നമ്മൾ സ്പെഗറ്റി ഇതിലോട്ട് ഇടുകയാണ്. ഇച്ചിരി ചീസ് നമ്മൾ ഇതിലിടുക. എന്നിട്ട് ബാക്കി നമുക്ക് സെർവ് ചെയ്യാൻ നേരത്ത് മേലെ എതിർക്കും.